ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLED കോഴ്സുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ സംബന്ധമായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വർഷത്തെ DLED കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിയിച്ചത് പ്രകാരം ഒട്ടുമിക്ക ജില്ലകളിലെയും അത് ഫൈനൽ റാങ്ക് ലിസ്റ്റ്, അതായത് PC ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഓഗസ്റ്റ് ഏകദേശം സെക്കൻഡ് വീക്കിനുള്ളിൽ അല്ലെങ്കിൽ തേർഡ് വീക്കിനുള്ളിൽ എല്ലാ ജില്ലകളിലെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏകദേശം 5-6ഓളം ജില്ലകൾ നിലവിൽ PCയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതേപോലെ ഒട്ടുമിക്ക ഈ പ്രസിദ്ധീകരിച്ച ജില്ലകളുടെയൊക്കെ ഇൻ്റർവ്യൂ ഡേറ്റ് കൂടി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത്, ആ അപേക്ഷ സമർപ്പിച്ച ജില്ലയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി ചില ജില്ലകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ജില്ലകൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ സംവിധാനമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഫസ്റ്റ് പ്രസിദ്ധീകരിക്കുക, അത് PC ഡയറക്റ്റ് DD ഓഫീസിലാണ് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ DD ഓഫീസുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലെയും ഇപ്പോൾ DD ഓഫീസിൽ റാങ്ക് ലിസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ചില ജില്ലകൾ മാത്രമാണ് റാങ്ക് ലിസ്റ്റ് എത്താത്തതുള്ളൂ. ഇനി ഈ പറയുന്ന DD ഓഫീസാണ് ഒഫീഷ്യലായിട്ട് ഇത് പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ചില DD ഓഫീസിൽ ഡയറക്റ്റായിട്ട് അവരുടെ നോട്ടീസ് ബോർഡിലാണ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് DD ഓഫീസിന് PDF ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മറ്റുള്ള വിദ്യാർത്ഥികളൊക്കെ അറിയിക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഫോർമാറ്റ്. പക്ഷേ പല ജില്ലകളിലും ഓൾറെഡി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉള്ളതുകൊണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കൃത്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്ത ജില്ലകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രീതിയിലായിരിക്കും, അതായത് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിച്ച പോലെ തന്നെ ഈ വർഷം നമ്മൾ 14 ജില്ലകളിലും വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരാണോ ഏത് വിദ്യാർത്ഥിയാണോ നേരിട്ട് DD ഓഫീസിൻ്റെ അടുത്തുള്ളത്, ആ വിദ്യാർത്ഥിക്ക് നേരിട്ട് പോയാൽ അവിടുന്ന് DD ഓഫീസുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഓരോന്നും കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിലോട് ഷെയർ ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ എല്ലാ ജില്ലകളും വളരെ ആക്റ്റീവായിട്ട് എല്ലാ വിദ്യാർത്ഥികളും കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യും, അതിന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ജില്ലകളിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഓഫ്ലൈൻ സംവിധാനമായതുകൊണ്ട് തന്നെ ചില ജില്ലകൾ നേരത്തെ ഡയറക്റ്റ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കും. അതുമായി ബന്ധപ്പെട്ട് PDF വിദ്യാർത്ഥികൾ ചിലപ്പോൾ ലേറ്റായിട്ട് അത് ഫസ്റ്റ് വിദ്യാർത്ഥികൾ നേരത്തെ അറിയാൻ വേണ്ടി DD ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. സ്വാഭാവികമായിട്ടും ഇന്ന് പബ്ലിഷ് ചെയ്ത സംഭവം സ്വാഭാവികമായിട്ടും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ 1-2 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്ത പ്രധാനപ്പെട്ട ജില്ലകളാണ്. ട്രിവാൻഡ്രം ഫസ്റ്റ് വന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഗവൺമെൻറ് എയ്ഡഡ് DLED കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കോളേജിലേക്കുള്ള പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് സയൻസ്, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഓരോ ജില്ലയിലും സീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് മെയിൻ ലിസ്റ്റിൽ വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഷുവർ ആയിരിക്കും. എന്നാൽ ഓരോ കാറ്റഗറിയിലും അതത് വെയിറ്റിംഗ് ലിസ്റ്റും ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് സാധ്യത മാത്രം വരും. അപ്പോൾ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഓരോ ജില്ലയുടെയും ജസ്റ്റ് സ്റ്റാറ്റസ് നോക്കുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ജില്ലകളിലൊക്കെ ഗവൺമെൻറ് അതേപോലെ എയ്ഡഡ് DLED ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി സെൽഫ് ഫിനാൻസ് ലിസ്റ്റ് താമസിയാതെ ഓരോ ജില്ലകളും പ്രസിദ്ധീകരിക്കും. കാരണം ഗവൺമെൻറ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സെൽഫ് ഫിനാൻസ് ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ ഒട്ടുമിക്ക ജില്ലകളിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് ഗവൺമെൻറ് എയ്ഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എയ്ഡ് കിട്ടാത്ത വിദ്യാർത്ഥി സ്വാഭാവികമായിട്ടും സെൽഫ് ഫിനാൻസിൽ കിട്ടുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് എയ്ഡഡിൽ ഉള്ള വിദ്യാർത്ഥികളൊക്കെ ഈ പറയുന്ന സെൽഫ് ഫിനാൻസിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗവൺമെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് അഡ്മിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായും സെൽഫ് ഫിനാൻസിൽ വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കൂടി വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ആമുഖമായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ നിലവിൽ ട്രിവാൻഡ്രം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ട്രിവാൻഡ്രം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം വിദ്യാർത്ഥികൾ ഈ ഇൻ്റർവ്യൂ ഡേറ്റ് നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരം അത് ശ്രദ്ധിക്കുക. 13, 14 തീയതികളാണ്. ഹ്യൂമാനിറ്റീസ് 13-ാം തീയതി രാവിലെ 9 മണിക്ക്, കൊമേഴ്സ് 13-ാം തീയതി രാവിലെ 11 മണിക്ക്, സയൻസ് അതേപോലെ തന്നെ 14-ാം തീയതി 9 മണിക്കാണ്. അപ്പോൾ സെൻറ്ററൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് HS പാല ഓൾറെഡി വിദ്യാർത്ഥികൾ ഇതിന് ഇൻഫർമേഷനൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറയാം. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച ജില്ലയാണ്, അത് മലപ്പുറം ജില്ല ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് എയ്ഡഡ് റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മലപ്പുറം ജില്ലയിലും ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ വാട്സപ്പിലും അതേപോലെ തന്നെ കൃത്യമായിട്ട് നേരത്തെ തന്നെ വിദ്യാർത്ഥി ഷെയർ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് DD മലപ്പുറം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് തന്നെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ എറണാകുളം ജില്ലയും ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അതിൻ്റെ PDF ഒക്കെ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പത്തനംതിട്ട ഒഫീഷ്യലായിട്ട്
പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ വിദ്യാർത്ഥികൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ കാസർഗോഡ് ജില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ജില്ലകളിൽ ഈ പറയുന്ന ഡയറക്റ്റ് അതായത് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാതെ ഓഫീസിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം കാസർഗോഡ് ജില്ലയിൽ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു PDF ഷെയർ ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് പലർക്കും ഫോണിൽ ഫോട്ടോ എടുത്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരസ്പരം വിദ്യാർത്ഥികൾ അത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു PDF വിദ്യാർത്ഥികൾ താമസിയാതെ നിങ്ങളെ കൈവശം എത്തും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വിദ്യാർത്ഥികൾ പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും ജില്ലകളാണ്. അത് പത്തനംതിട്ട, മലപ്പുറം, ട്രിവാൻഡ്രം, കാസർഗോഡ്, എറണാകുളം എന്നീ ജില്ലകളാണ് നിലവിൽ ഇപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഗവൺമെൻറ് ഏരിയയിൽ വന്നിട്ടുള്ളത്. ഇനി അതേ രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സെൽഫ് ഫിനാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടി വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ ഓരോ ജില്ലയും പ്രസിദ്ധീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 14 ജില്ലകളിലും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ പരസ്പരം അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും അത് പരസ്പരം മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ്. അത് എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങളെ അറിയിക്കാൻ. ഇനി നമുക്ക് എന്താണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിൽ സ്വാഭാവികമായിട്ടും ഇൻ്റർവ്യൂ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റും അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാകും. മെയിൻ ലിസ്റ്റിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ടുള്ള ഇൻ്റർവ്യൂ കാർഡ് നിങ്ങൾക്ക് വരും. ഇനി അഥവാ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും അതായത് വെബ്സൈറ്റിലും അതേപോലെ വിദ്യാർത്ഥികൾക്ക് PDF ആയിട്ടൊക്കെ ഈ പറയുന്ന ഇൻ്റർവ്യൂ ഇൻഫർമേഷനും അതേപോലെ റാങ്ക് ലിസ്റ്റും ഷെയർ ചെയ്യുന്നത്. നിലവിൽ ഒട്ടുമിക്ക ജില്ലകളിലും ഇപ്പോൾ വന്നതൊക്കെ 13-ാം തീയതിയും 14-ാം തീയതിയും ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് മെയിൻ ലിസ്റ്റിൽ അതായത് ശ്രദ്ധിക്കേണ്ട ഇൻ്റർവ്യൂ കാർഡ് വരിക മെയിൻ ലിസ്റ്റിലുള്ളവരാണ്. അപ്പോൾ നിലവിൽ ഒരു ജില്ലയിൽ 70 സീറ്റാണ് ഗവൺമെൻറ് ഏരിയയിലുള്ളതെങ്കിൽ ആ 70 സീറ്റുള്ള വിദ്യാർത്ഥികൾ 70 റാങ്ക് ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലുള്ളവർക്കും ഇൻ്റർവ്യൂ കാർഡ് വരും. ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഈ പറയുന്ന ഇൻ്റർവ്യൂ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എങ്ങനെയാണ്? സ്വാഭാവികമായും വെയിറ്റിംഗ് ലിസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഓരോ കാറ്റഗറിയിലും വെയിറ്റിംഗ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് കാർഡൊന്നും വരില്ല. പക്ഷേ മെയിൻ ലിസ്റ്റിലെ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ തീർച്ചയായിട്ടും വെയിറ്റിംഗ് ലിസ്റ്റിലെ വിദ്യാർത്ഥികൾ വെച്ചിട്ട് അഡ്മിഷൻ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഉള്ള ദിവസം മെയിൻ ലിസ്റ്റിലുള്ളവരും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പങ്കെടുക്കുക. സ്വാഭാവികമായിട്ടും ഇൻ്റർവ്യൂ മെയിൻ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ പലരും ശ്രദ്ധിക്കേണ്ട കാര്യം പലരും പല വിവിധ കോഴ്സുകൾക്ക് ഓൾറെഡി അഡ്മിഷൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ ഓൾറെഡി പല കോഴ്സുകളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ നിലവിൽ തിരിച്ചു വരാതെ ശ്രദ്ധിക്കേണ്ട കാര്യം B.Ed പോലുള്ള കോഴ്സുകൾ അഡ്മിഷൻ എടുത്തവരുണ്ട്. അവരൊക്കെ DLEDും TTCയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് B.Ed അല്ലെങ്കിൽ മറ്റു PG അല്ലെങ്കിൽ ഡിഗ്രി പോലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്തവർ തിരിച്ച് വരാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെയിൻ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ വരാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വെയിറ്റിംഗ് ലിസ്റ്റിലെ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലെ വിദ്യാർത്ഥികൾ കൂടി ഇൻ്റർവ്യൂവിന് പോവുക. കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇൻ്റർവ്യൂ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കൂടി നോക്കാം. അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് അതായത് വെയിറ്റിംഗ് ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റുമെന്നൊരു സംശയമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വാഭാവികമായിട്ടും മെയിൻ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് ബാക്കിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലെ വിദ്യാർത്ഥികൾ വെച്ച് അഡ്മിഷൻ നൽകുന്നതായിരിക്കും. ഇനി ആ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളും ഓൾറെഡി കഴിഞ്ഞാൽ ആരുമില്ല എങ്കിലാണ് സ്വാഭാവികമായിട്ടും അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളെ പരിഗണിക്കുക. അത് സ്വാഭാവികമായിട്ടും വളരെ സാധ്യത കുറവാണ്. കാരണം നിങ്ങൾക്കറിയാം മെയിൻ ലിസ്റ്റിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 1 10 അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ഒരുപക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റ് ഫില്ലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ വരാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സാധ്യത പോയാൽ കിട്ടുമെന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് അതിന് കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന ഫസ്റ്റിൽ തന്നെ ഫില്ലാവുകയാണ് ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് പരമാവധി മെയിൻ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളും ഈ പറയുന്ന അഡ്മിഷന് വേണ്ടിയിട്ട് ഹാജരാവുക. ഇനി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ്റർവ്യൂ എന്ന ചില വിദ്യാർത്ഥികൾക്ക് വിചാരിക്കുന്നത് ഇൻ്റർവ്യൂ എന്ന ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇൻ്റർവ്യൂ ജസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് വന്ന എല്ലാ വിദ്യാർത്ഥികളും ഇനി അല്ലെങ്കിൽ കാർഡ് വരാത്തവർ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ ഏകദേശം ഓഗസ്റ്റ് 13-14 തീയതികളിൽ നടക്കുന്ന ഇൻ്റർവ്യൂയുടെ കാർഡ് ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തും. ഇനി ഇല്ലെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇനി ഇൻ്റർവ്യൂ ഇല്ലാത്തവർ ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ പോയിട്ട് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ ഇൻ്റർവ്യൂവിന് ഹാജരാകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് എന്നത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇൻ്റർവ്യൂ സമയത്ത് എല്ലാ സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ ആ വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. ഉദാഹരണത്തിന് 13ാമത്തെ മെയിൻ ലിസ്റ്റിലെ വിദ്യാർത്ഥി ഇൻ്റർവ്യൂ സമയത്ത് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് എത്തിക്കാൻ സാധിച്ചില്ല. ഉദാഹരണത്തിന് സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, അത് കൊടുക്കാൻ സാധിച്ചില്ല. സ്വാഭാവികമായും ആ വിദ്യാർത്ഥി അഡ്മിഷൻ ക്യാൻസലാകും. എന്നിട്ട് 14ാമത്തെ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മെയിൻ ലിസ്റ്റിലുള്ളവരും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും ഏകദേശം കണ്ടെത്തുക. ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടുവരിക. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്
നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് തന്നെയാണ്, ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ്. അതേപോലെ +2 സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഇനി അതുപോലെ TC, ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള നിർബന്ധമായിട്ട് നിങ്ങളുടെ TC നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഒരിക്കലും ഇൻ്റർവ്യൂവിന് പോകരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ കൃത്യമായി വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നത്, അതേപോലെ മതം, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ SSLC ബുക്കിൽ ഉണ്ടാകുമ്പോൾ അത് മതിയാകും. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ജാതി, മതം സർട്ടിഫിക്കറ്റ് SSLC ബുക്കിൽ ഇല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായി സെറ്റാക്കി വെക്കുക. ഉള്ളവർ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് മതിയാവും. ഇനി അതേപോലെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഫോം നമ്പർ 42. ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫോം നമ്പർ 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് ഗൂഗിൾ അടിച്ചാൽ അതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ ജില്ലാ ഗ്രൂപ്പിലും വിദ്യാർത്ഥികൾ തന്നെ അത് ആ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികളും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റിലെ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കണം. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റിൽ എത്രയോ ബാക്കിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് സ്വാഭാവികം കിട്ടുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഈ പറയുന്ന ഫോം 42 സെറ്റാക്കി വെക്കുക. അപ്പോൾ ഫോം 42 നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ആ PDF നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത, നോർമലി ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അസിസ്റ്റൻറ്റ് സർജൻ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്ടറെ കൊണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോം 42 സർട്ടിഫിക്കറ്റ് നിങ്ങൾ സൈൻ ചെയ്യിപ്പിക്കുക. അത് നിങ്ങൾ ജസ്റ്റ് ഹെൽത്തി നിങ്ങൾ ഓക്കെ ആണെന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റാണ്. ആ ഒരു ഫോം 42 എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. ഇനി അതേപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി കേരളത്തിൽ നിന്ന് പുറമേയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇനി കേരളത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്കൊന്നും നേറ്റിവിറ്റി വേണ്ട. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് പുറമേ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. ഇനി അതിൽ OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടെ, അതായത് ഒട്ടുമിക്ക ജില്ലകളിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രധാന ട്രിവാൻഡ്രം ജില്ലയിലാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് OBC വിഭാഗക്കാർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി അതേപോലെ മറ്റു അധിക യോഗ്യതയായിട്ട് കൊടുത്ത ഏത് കാര്യം, ഉദാഹരണത്തിന് സമ്പന്നം നിങ്ങൾ കൊടുത്തിട്ടുള്ള വിമുക്ത പഠനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുത്ത എല്ലാ വെയിറ്റേജും, അതായത് NSS, NCC, SPC, അതേപോലെ തന്നെ കലാകായികം, അതായത് നിങ്ങൾ സംസ്ഥാന കലോത്സവം, അങ്ങനെ ഏതെങ്കിലും വെയിറ്റേജ് അഡീഷണൽ ആയിട്ട് കൊടുത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഏതെങ്കിലും, ഇനി അതേപോലെ EWC കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ, SC/ST കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ, ഭിന്നശേഷിയിൽ വരുന്നവരാണെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും വെയിറ്റേജ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റേജ് ഒക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് സർട്ടിഫിക്കറ്റ് കൈവശമുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും വെയിറ്റേജ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഈ പറയുന്ന ഇൻ്റർവ്യൂ സമയത്ത് കൊണ്ടുപോകണം. ഈ പറയുന്ന സർട്ടിഫിക്കറ്റിലൊക്കെ ഇൻ്റർവ്യൂ സമയത്ത് ഇൻ്റർവ്യൂ ഡേറ്റിന് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. അതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് സക്സസ് ആവുകയും നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ പ്രകാരം നിങ്ങൾക്ക് വേക്കൻസി അനുസരിച്ച് ഏത് കോളേജിലാണോ വേക്കൻസി വന്നിട്ടുള്ളത് ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അന്നത്തെ ദിവസം തന്നെ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻ്റർവ്യൂ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ആ വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ നഷ്ടമായി അടുത്ത വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നതായിരിക്കും. ഇനി അതേപോലെ ഇൻ്റർവ്യൂ സമയത്ത് ഒരു കുട്ടിക്ക് എത്താൻ സാധിച്ചില്ല, സ്വാഭാവികമായിട്ട് ആ വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ ക്യാൻസലായി. ഒരിക്കലും പിന്നീട് ഒരു കാരണവശാലും ആ കുട്ടിക്ക് അഡ്മിഷൻ തിരിച്ച്, കാരണം ഇത് റാങ്ക് ലിസ്റ്റ് വിളിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ആ വിദ്യാർത്ഥിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ അറിഞ്ഞില്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് കാർഡ് വന്നില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും ഇത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. നിലവിൽ ഈ പറഞ്ഞ 6 ജില്ലകളിൽ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് വന്നു. ഗവൺമെൻറ് എയ്ഡാണ്, സെൽഫ് ഫിനാൻസ് വരാൻ ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് പരമാവധി ഈ പറയുന്ന നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഈ പറയുന്ന എല്ലാ രേഖകളും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക. അപ്പോൾ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ വിദ്യാർത്ഥികളും കഴിഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ സ്വാഭാവികമായും ഇനി സാധ്യത കൂടുന്നത് സെൽഫ് ഫിനാൻസ് തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഗവൺമെൻറ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിലെ വിദ്യാർത്ഥികളൊക്കെ ഗവൺമെൻറ് അഡ്മിഷൻ എടുക്കുമ്പോൾ സെൽഫ് ഫിനാൻസിൽ അവർ വീണ്ടും ആ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആ സ്വാഭാവികമായിട്ടും സെൽഫ് ഫിനാൻസിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ കൂടി ഒരു സാധ്യത ഉണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കിട്ടാത്ത വിദ്യാർത്ഥികളൊക്കെ സെൽഫ് ഫിനാൻസിൽ കൂടി വെയിറ്റ് ചെയ്യുക. ചെറിയൊരു ഫീസ് കൊടുക്കണം എന്നേ ഉള്ളൂ. ഇനി ഞാൻ സാധാരണ പറയുന്നത് പോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് നിങ്ങൾ എവിടെയും ഉൾപ്പെട്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോഴ്സ് കൊണ്ട് എനിക്ക് ഇതാണ് എൻ്റെ എല്ലാം എന്നുള്ള രീതിയിൽ കരുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയൊന്നും ഒരു ആവശ്യമില്ല. DLED കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, DLED കോഴ്സ് എന്ന് വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് എയ്ഡഡ് പരിമിതമായ സീറ്റുകൾ മാത്രം, അതേപോലെ സെൽഫ് ഫിനാൻസ് പരിമിതമായ സീറ്റുകൾ. അതിപ്പോൾ ട്രിവാൻഡ്രം ജില്ല എടുക്കുകയാണെങ്കിൽ 70 വിദ്യാർത്ഥികളാണ് സയൻസിലുള്ളത്, 70 വിദ്യാർത്ഥികളാണ് ഹ്യൂമാനിറ്റീസിലുള്ളത്, കേവലം 35ഓളം വിദ്യാർത്ഥികളാണ് കൊമേഴ്സിലുള്ളത്. ഇത്തരം വിദ്യാർത്ഥികൾക്കേ സീറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പരിമിതമായിട്ടുള്ള സീറ്റിൽ വേണ്ടി 3000-4000 മുകളിലൊക്കെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത്രേ സീറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാം ഏറ്റവും ഹൈ ലെവൽ മാർക്കുള്ളവർക്ക് ഈ കോഴ്സ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +2 കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രിക്ക് പോവാം, ഇനി ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് PGക്ക് പോവാം, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് B.Ed എടുക്കാം. ഒരുപാട് സാധ്യതകളുണ്ട്. ടീച്ചിങ്ങേ നിങ്ങൾ പ്രൊഫഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് B.Ed ചെയ്യാം.
PG ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ അഡ്മിഷൻ കിട്ടാത്തവരും അതേപോലെ അഡ്മിഷൻ കിട്ടിയവരൊക്കെ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ സാധ്യതകൾ, ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇനി ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കേവലം ഈ ഒരു ഡീലഡ് കോഴ്സ് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ മടക്കി വെക്കുന്ന രീതിയിലല്ല. കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ കോഴ്സ് ഇപ്പം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സാധ്യതകൾ, അതേപോലെ ഡീലഡ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകൾ, മറ്റു പ്രധാനപ്പെട്ട കോഴ്സ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിലവിൽ ഡീലഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ജില്ലകളിലെ അപ്ഡേറ്റ്സ് കൂടി കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പരമാവധി നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഇതാണ്, കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. പരമാവധി എല്ലാ വിദ്യാർത്ഥികളും ഇൻ്റർവ്യൂ കൃത്യസമയത്ത് തന്നെ ഹാജരാവുക. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കിട്ടിയവർ ഓൾറെഡി അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് കിട്ടിയവർ അതിൻ്റെ ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യുക. ഒട്ടുമിക്ക ജില്ലകളും ആ രീതി വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം വിദ്യാർത്ഥി സഹകരിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി തന്നെ ഈ കോഴ്സ് പഠിക്കുവാനും ഇനി ഈ കോഴ്സ് കിട്ടാത്തവർ നല്ല രീതിയിൽ മറ്റു കോഴ്സുകൾ കൂടി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉയരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.